ഈശോയുടെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുവാനും ഈ നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ ദിവസം തുടങ്ങുവാനും ദൈവം നമ്മളെ അനുവദിച്ചതിന് ആ പിതാവായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 101 തിരുവചനം. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. മനുഷ്യൻ ദൈവത്തോട് കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരം, ആ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ വചനം പാലിക്കുവാൻ വേണ്ടി, അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം തെറ്റിലാണോ കഴിയുന്നത്, ആ തെറ്റിൽ നിന്നെല്ലാം എൻ്റെ പാദങ്ങളെ ഞാൻ പിൻവലിക്കുകയാണ്. ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോവുകയില്ല. തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തോടൊപ്പം നടക്കുവാൻ ആരെല്ലാം അതിന് സമ്മതിക്കുന്നു, ആരെല്ലാം അതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നു, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവം എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവന് ലഭിക്കുക തന്നെ ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയെല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദൈവം അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.